1946 ജൂലൈ 28-നാണ് വിശുദ്ധ അൽഫോൻസാമ്മ ദിവംഗതയാകുന്നത്. അന്ന് അമ്മയ്ക്ക് 36 വയസ്സ് പ്രായമുണ്ട്. 1936 ഒരു പൂർണ്ണ സമർപ്പിതയായിട്ട് നിത്യവ്രതം ചെയ്ത് അതിനുശേഷം അൽഫോൻസാമ്മ മഹാഭൂരിപക്ഷം സമയത്തും ഭരണങ്ങാനത്ത് തന്നെയായിരുന്നു. കോൺവെൻറ്റിൽ ചേർന്ന് ഭരണങ്ങാനത്തായിരുന്നു. അനേക വർഷങ്ങൾ ജീവിതത്തിൽ ചെലവഴിച്ചതും ഭരണങ്ങാനത്താണ്. ജീവിതാന്ത്യത്തിൽ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതും ഭരണങ്ങാനത്താണ്. 1946 ജൂലൈ 29 അമ്മയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പ്രദേശത്തുള്ള കുട്ടികൾ ഈ അമ്മയൊരു വിശുദ്ധയാണ്, പ്രാർത്ഥിച്ചാൽ അനുഗ്രഹങ്ങൾ ലഭിക്കും എന്ന ബോധ്യത്തോടെ ധാരാളമായിട്ട് വരികയും അമ്മയുടെ കബറിടത്തിൽ തിരികൾ കത്തിക്കുകയും ചെയ്തു. കുഞ്ഞുങ്ങളെ അനുകരിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങൾ പറഞ്ഞത് കേട്ടുകൊണ്ട് മാതാപിതാക്കന്മാരും മുതിർന്നവരും അങ്ങനെ 1953 ആയപ്പോഴേക്കും ധാരാളം ആളുകൾ അമ്മയുടെ അടുക്കൽ വരാൻ തുടങ്ങി. അമ്മയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് വേണ്ട പ്രാരംഭ നടപടികൾ അന്ന് ആരംഭിച്ചു. അതിനുശേഷം ഇതുവരെയുള്ള കാലം നോക്കുമ്പോൾ നിരന്തരമായിട്ട് ഒരു ഭക്തജനങ്ങളുടെ പ്രവാഹമുണ്ട്. 1986 അമ്മയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചു. 2008 ഒക്ടോബർ മാസത്തിൽ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഒരു ദിവസം 1500-2000 പേര് ശരാശരി ഇവിടെ അമ്മയുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും അതുപോലെ അവധി ദിവസങ്ങളിലും അവധിക്കാലത്തും ഈ പറഞ്ഞ നമ്പർ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇത് ഈ ജൂലൈ മാസം 19 അമ്മയുടെ തിരുനാൾ ആരംഭിക്കുകയാണ്. 10 ദിവസത്തെ തിരുനാളാണ്. ജൂലൈ 28-നാണ് സമാപിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഇവിടുത്തെ ഈ തീർത്ഥാടകരായിട്ട് ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കബറിടത്തിൽ വരുമ്പോൾ, ഒരാളെ സംസ്കരിച്ച സ്ഥലത്ത് വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരറിഞ്ഞും അറിയാതെയും അവർ ഏറ്റുപറയുന്ന വലിയൊരു വിശ്വാസ സത്യമുണ്ട്. ഈ ജീവിതത്തിന് ശേഷവും മരണത്തിന് ശേഷവും ഒരു ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, ദൈവം നമ്മളെ പരിപാലിക്കുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് ഉത്തരം ലഭിക്കുന്നതുകൊണ്ടാണ് മാനസിക രോഗങ്ങളുള്ളവർ, ശാരീരിക വൈകല്യമുള്ളവർ, ശരീരത്തിൻ്റെ ഇതര രോഗങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസപരമായ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള കുട്ടികളുടെ, അതുപോലെ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ, വീട് നിർമ്മാണം, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ഇവിടെ വരുന്നു. അവർക്കെല്ലാം ഈ അമ്മ വഴി ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പിന്നെയും പിന്നെയും നന്ദി പറയുവാനും അനുഗ്രഹം പ്രാർത്ഥിക്കുവാനുമായിട്ട് ഇവിടെ വരുന്നത്. ഈ തിരുനാളിൻ്റെ ഒരു വലിയ പ്രത്യേകത മറ്റു തരത്തിലുള്ള ആർഭാടങ്ങളൊന്നുമില്ല. ചെണ്ടയോ ബാൻഡോ അതുപോലെയുള്ള വെടിക്കെട്ടോ കാര്യങ്ങളൊന്നുമില്ല. പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. 10 ദിവസങ്ങളിലും ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം, റാലികളാണുള്ളത്. അപ്പം അത് ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. തിരുനാളിൻ്റെ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് വിശുദ്ധ കുർബാന കഴിഞ്ഞ് 6:15 ജപമാല പ്രദക്ഷിണം. അങ്ങനെ 10 ദിവസവും വലിയ അനുഗ്രഹത്തിൻ്റെ, വലിയ ആഹ്ലാദത്തിൻ്റെ, ആത്മീയ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരിക്കും ഈ ഭരണങ്ങാനത്തെ സംബന്ധിച്ചിടത്തോളം. എല്ലാവരെയും ഈ വർഷത്തെ 2025 ജൂലൈ 19 ആരംഭിച്ച് 28 അവസാനിക്കുന്ന തിരുനാളിലേക്ക് ഷ്രൈനിൻ്റെ പേരിൽ എല്ലാവരെയും ഞാൻ പ്രാർത്ഥനാപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അൽഫോൻസാമ്മ വഴി ധാരാളം അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.